അതുകൊണ്ട് അളിയൻ അവളെ പൊന്നുപോലെ നോക്കണം, അവൾക്ക് അച്ഛനൊന്നും ഇല്ലാത്തതാണ്, അവളെ കരയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട്. പിന്നെ ചേട്ടൻ തന്നെയാണ് ബസ് കയറാൻ കൊണ്ട് വിട്ടത്. പിന്നെ ഞാൻ സൂചേട്ടനെ കുറേ നാളിന് ശേഷം ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റിൽ വെച്ചാണ്. ആ സീസൺ 1 കോമഡി സ്റ്റാർ എന്ന പരിപാടിയിൽ സീസൺ 1 ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂചേട്ടൻ ഈ വീണ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് നടന്നു വരുവാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അയ്യോ എൻ്റെ പെങ്ങൾ കുട്ടി എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ വൈഫാണ്, കൊല്ലക്കാരിയാണ്, ചന്ദനക്കാവാണ് പുള്ളിക്കാരുടെ വീട്, പേര് വീണയാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തൊട്ട് വീണയും ഞാനും കൂട്ടായി. അന്ന് തൊട്ട് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം അവൾ വിളിച്ചായിരുന്നു. പിന്നെ കുറേ നാൾ ഞാനും അവളായിട്ട് ഗ്യാപ്പായിരുന്നു, വിളിയൊന്നും ഇല്ലായിരുന്നു. അല്ല വഴക്കല്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറി അവരവരുടെ ജീവിതം നോക്കി നമ്മൾ കല്യാണം ഡേറ്റിന് ഒരു വർഷത്തെ വ്യത്യാസം. ഒരു ചാനലിൽ പറയുന്നു 2017 മെയ് 7, മറ്റൊരു ചാനലിൽ പറയുന്നു 2018 മെയ് 7. സുധിയെ പരിചയപ്പെട്ടത് 2017 ഡിസംബറിൽ. 2017 ഡിസംബറിൽ പരിചയപ്പെട്ട് ഒരു മാസം പോലും സംസാരിച്ചിട്ടില്ല. അതേ വ്യക്തി 2017 മെയ് 7-ാം തീയതി 2017 മെയ് 7-ാം തീയതി വിവാഹവും കഴിച്ചു. അതെങ്ങനെ വരും? ഈ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞതേ ഒരു 50 രൂപന്റെ മുദ്ര പേപ്പറിൽ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ കൂടെ സാക്ഷി ഒപ്പിട്ടിട്ട് കിട്ടണ സാധനമൊന്നും അല്ല. ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം. സബ് രജിസ്ട്രാർ ഓഫീസില് നമ്മൾ പോയി അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്തിട്ട് പ്രിലിമിനറി രജിസ്ട്രേഷൻ എന്നാണ് അതിന്റെ പേര്. ഞാൻ വിവാഹം കഴിച്ചപ്പോ സ്പെഷ്യൽ മാരേജ് ആക്ടില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അന്ന് 2 സാക്ഷികൾ ഒപ്പിടുന്നുണ്ട്. ഈ 2 സാക്ഷികൾ ഒപ്പിട്ട് കൊടുത്ത് അവിടെ അവർ നോട്ടീസ് ബോർഡിൽ ഇടും. എന്തിന്? ഒരു മാസം കഴിഞ്ഞാണ് നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള വിവാഹ ഉടമ്പടിയിൽ അവിടെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിച്ച് ഒപ്പിടാൻ പറ്റുകയുള്ളൂ. അതിന് ഒരു മാസം അവർ നോട്ടീസ് ബോർഡിൽ ഇട്ട് എൻക്വയറി നടത്തും. ചെറുക്കന്റെ വീട്ടിലും പെണ്ണിന്റെ വീട്ടിന്റെ ഭാഗങ്ങളിലുമായി അവര് എൻക്വയറി ചെയ്യുന്നത് നോർമലി 30 ദിവസത്തിന് ശേഷം 31ാമത്തെ ദിവസം മുതൽ എപ്പോ വേണേലും കല്യാണം കഴിക്കും. രജിസ്റ്റർ ഓഫീസില് സാക്ഷിയായിട്ട് ചെറുക്കന്റെ ഭാഗത്ത് 2, പെണ്ണിന്റെ ഭാഗത്ത് 2, 4 സാക്ഷികളാണ് 2 ഭാഗത്തും കൂടി വേണ്ടത്. അങ്ങനെ ഒപ്പിട്ടാണ് ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചത്. മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആ പേപ്പറിന് കുറച്ച് മങ്ങലേൽക്കും. എന്ന് വെച്ച് എഴുതിയതൊന്നും മാഞ്ഞു പോവില്ല കേട്ടോ. ആ സ്റ്റാമ്പ് പേപ്പറിന്റെ അവിടെ മാത്രം കളർ ചേഞ്ച് വരും. ഏതൊരു പുസ്തകമാണെങ്കിലും വാങ്ങിച്ച സമയത്ത് നല്ല കളറായിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതേ പുസ്തകം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, പേജുകളെല്ലാം മങ്ങി തുടങ്ങും. എങ്കിലും എഴുത്തുകളൊന്നും മായാറില്ലേ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്തിനാ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കുന്നേ? രേണു വെള്ളം കുടിപ്പിച്ചെന്നെ. വീണ 2016 സുധിയുമായിട്ട് അകലണമെങ്കിൽ അതിനു മുന്നേ ഈ മെസ്സേജുകളൊക്കെ പോയിട്ടുണ്ട്. രേണുവിന്റെ മെസ്സേജ് പോയിട്ടുണ്ടല്ലേ? അത് പോയെങ്കിൽ മാത്രല്ലേ 2016 അകലാൻ പറ്റുള്ളൂ. ഈ മെസ്സേജ് കണ്ടതിന്റെ പേരിലും ശരിയായ രീതിയിലല്ല ഇവര് പോകുന്നത് എന്നുള്ള ആ ചാറ്റ് കണ്ടതിന്റെ പേരിലാണല്ലോ അതായത് മാറിപ്പോയത്. സുധിയെ ഇനി വേണ്ട, സുധി ചേട്ടനെ അവരുടെ രീതിയിൽ പൊയ്ക്കോട്ടെ, ഞാൻ മാറി തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവള് മാറുകയാണ്. 2016 അത് മാറുന്നതെന്നാണ് കേട്ടത്. രേണു സുധിയെ പരിചയപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവണം. രേണുവിന്റെ വായിന്ന് വരുന്നത് എല്ലാം സത്യമാണ് എന്ന് പറയുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ ഇതൊക്കെ എവിടെ നോക്കി പറയാന്ന് ചോദിക്കും. ഞാൻ അവളെ വീടിന്റെ അടുത്തൊന്നും അല്ല. ഓരോ മാധ്യമത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ടോ ഇന്റർവ്യൂവിൽ കൊടുക്കുമ്പം ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരകനോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, അല്ലേ?
അപ്പൊ ഒരവതാരകനോട് 2017 മെയ് 7, ഒരവതാരകനോട് 2018 മെയ് 7. ഒരു വർഷത്തെ വ്യത്യാസമുണ്ട് അവിടെ തന്നെ. രേഖാമൂലം വിവാഹം കഴിച്ച എന്നെ മാത്രമേ കല്യാണം കഴിച്ചുള്ളൂ സുധിച്ചേട്ടൻ, രേഖാമൂലം. പിന്നെ വീണയെ കുറിച്ച് പറഞ്ഞത്, വീണ എപ്പാട്ടി, ആരെങ്കിലും പറയോ അങ്ങനെ? രേണുവിനെ ആരെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ രേണു വിട്ടുകൊടുക്കുവോ? രേണു, നീയും സ്ത്രീയാണ്, ഞാനും സ്ത്രീയാണ്, വീണയും സ്ത്രീയാണ്. സുധിയോട് ചോദിക്കാൻ, സുധി മരണപ്പെട്ടു പോയി. പിന്നെ കിച്ചുവിന് ഓർമ്മയുണ്ടെങ്കിൽ കിച്ചുവിന് അറിയാൻ പറ്റും. ഓർമ്മയുണ്ടോ അറിയില്ല. അടുത്തത് ഏവിയേഷൻ കോഴ്സ്. ഫ്ലവേഴ്സ് ചാനലിൽ സുധി രേണുവിനെയും മക്കള് 2 പേരെയും ലക്ഷ്മി നക്ഷത്ര ചോദിച്ചു, എന്താ പഠിച്ചതെന്ന്. ഞാൻ ഏവിയേഷൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. ശരി. ബാംഗ്ലൂർ എയർപോർട്ടിലും ട്രിവാൻഡ്രം എയർപോർട്ടിലും ജോലി ചെയ്ത രേണു എന്തിനാണ് ഉലകം ചുറ്റി ഈ ഷോർട്ട് ഫിലിമിലും ഇന്റർവ്യൂയിലും പോയി വായടച്ചിരിക്കുന്നതിലും നല്ലതല്ലേ എയർപോർട്ടിലെ ജോലിക്ക് പോകുന്നത്? അതാകുമ്പം ഇങ്ങനൊരു മാധ്യമത്തിന്റെ മുന്നിലേക്ക് വരികയും വേണ്ട, പൊട്ടത്തരം വിളിച്ച് പറയുകയും വേണ്ട, വിവരമില്ലായ്മ മുഴുവനും ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഓരോ ഇന്റർവ്യൂവിലും ഓരോ രീതിക്ക് സംസാരിച്ച്, ക്ഷുഭിതയായി ആക്രോശിച്ച് സംസാരിച്ച്, വീട് വെച്ച് തന്നവരെയും ഭൂമി തന്ന ബിഷപ്പിനെയും മതില് കെട്ടിത്തന്ന ഷാജൻസ് കറിയയെയും രേണു അപകീർത്തിപ്പെടുത്തി. അതുകൊണ്ട് ഫിറോസും ഷാജനും ബിഷപ്പും എല്ലാം താജു പത്തനംതിട്ട വായ അടച്ച് പിടിച്ച് എന്റെ വായ്ക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കണം. നീളം 100 ഗ്രാം ഒന്നല്ല, കിൻഡൽ കണക്കിന് നീളത്തിലാണ് ശബ്ദങ്ങൾ പുറത്തോട്ട് വരുന്നത്. നമ്മളൊക്കെ കുറച്ച് സമയം സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ശബ്ദമൊക്കെ ഒന്ന് താഴ്ന്നു വരും. ആ കുട്ടിക്ക് അങ്ങനെ ഒന്നും ഇല്ലാന്നേ. 16 വയസ്സായ പെൺകുട്ടിയെ പോലെയാണ് ഇപ്പോഴും നടക്കുന്നത്. 36 വയസ്സെങ്കിലും കാണും. താജുദ്ദീനെ വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും അപ്പോഴും സഹായിക്കുകയും ചെയ്ത താജുദ്ദീനെയൊക്കെ അവരുടെ തന്തയ്ക്ക് വിളിയൊക്കെ ഇപ്പൊ ഇവള് നടത്തി കഴിഞ്ഞു. സുധിയുടെ ഫോണിൽ നിന്നും സുധിയുടെ കൂട്ടുകാരനെ വിളിച്ച് സുധി സംസാരിക്കുമ്പോൾ വൈഫിനൊന്ന് പരിചയപ്പെടണമെന്ന് പറയുകയും ആ പരിചയപ്പെടൽ വീണ്ടും പണം കടം വാങ്ങിക്കലിലേക്ക് എത്തുകയും കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ കിട്ടും പോലെ വാങ്ങിക്കോ എന്ന രീതിയിലുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുന്ന രേണു, അതപ്പൻ ആൺകുട്ടിയായതുകൊണ്ട് രേണു രക്ഷപ്പെട്ടു. രാഹുലെ, നീയെങ്കിലും നല്ല രീതിയിൽ നടക്ക്. അച്ഛനെ പോലെ മദ്യപാനവും കടം വാങ്ങലും ഒന്നും നടത്താതെ സ്വന്തമായി അധ്വാനിച്ച് 4 പണമുണ്ടാക്കി നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കണം. സമൂഹത്തിന് മുന്നിൽ നല്ലൊരു വ്യക്തിത്വമുള്ളൊരു കുട്ടിയായിട്ട് നീ വളരണം. എന്തിനേയും അഭിമുഖീകരിക്കാൻ കഴിവുണ്ടാകണം. എന്നിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്രയാണ് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്. എല്ലാവരും കിച്ചുവിന് സപ്പോർട്ടാണ്.